നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോഴേക്കും വന്നല്ലോ. തടസ്സങ്ങളുടെ കാര്യം തിരുമേനി പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഞാനും രാജുവും ക്ഷേത്രത്തിൽ വന്നപ്പോ യാദൃശികമായി രമ്യയും ക്ഷേത്രത്തിൽ വന്നല്ലോ എന്ന് പറയുകയായിരുന്നു. സർ, ഞാൻ രതിക മേഡത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ജീവിതമാകുമ്പോ ചില മാറ്റങ്ങള് അനിവാര്യമല്ല മാഡം. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ടെൻഷൻ കൂടിക്കൂടി വരിക. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മാഡത്തിന് ഇങ്ങനെ കൂളായിട്ട് നടക്കാൻ എങ്ങനെ പറ്റുന്നു? അതിനിവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു? രാജുവിന് ഇത് എന്ത് പറ്റി? എന്ത് സംഭവിച്ചെന്നോ? നമ്മൾ ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുള്ള അഭിനയം തുടങ്ങിയിട്ട് ദിവസം എത്രയെന്ന് മാഡത്തിന് വല്ല പിടിയുണ്ടോ? വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ പറ്റിച്ച് എത്ര നാള് നമുക്ക് ഈ നാടകം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും? എന്റെ അച്ഛനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ പൂജകളും ചടങ്ങുകളുമായിട്ട് ഇങ്ങ് വരും. ഓ, അപ്പൊ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രാജുവിന് ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയല്ലേ? അങ്ങനെ അല്ല മാഡം. പിന്നെ എങ്ങനെയാ? എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് രാജു വാക്ക് തന്നതുകൊണ്ടാ. രാജുവിന് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. മറ്റൊന്നും ചിന്തിക്കാതെ രാജുവാണ് എന്റെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. രാജുവിന്റെ ജീവിതത്തിൽ ഇത്ര വേഗം ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ മാഡം, മാഡം നിക്ക് മാഡം, മാഡം നിക്ക്. ബുദ്ധിമുട്ടായിട്ടല്ല മാഡം, ഞാൻ ഈ ചിന്തിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്നതിന്റെ മറുവശമായിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ണില് ഋതിക മാഡം ഇപ്പൊ എന്റെ ഭാര്യയാണ്. ഇതൊക്കെ നുണയായിരുന്നെന്നും ദീപക്കുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടത്തിയ നാടകമാണെന്നൊക്കെ എല്ലാവരോടും പറയേണ്ടി വരും. അതൊക്കെ പറയേണ്ടി വരുന്ന ദിവസം എന്നാണെന്നോ എത്ര ദൂരെയാണെന്നോ നമുക്കറിയില്ല. എല്ലാത്തിന്റെ അവസാനം മന്ത്രിയായ അച്ഛന്റെ പിയോടൊപ്പം ദാമ്പത്യ ജീവിതം നടത്തിയിരുന്ന ആദ്യ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയായിരിക്കും ഋതിക മാഡം. മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ച ഋതിക മാഡത്തിന് ആ രീതിയിലുള്ള ആലോചനകളെ വരൂ. ഇതാണോ രാജുവിന്റെ പ്രശ്നം? അതെ. എങ്കിലേ അതോർത്ത് രാജു വിഷമിക്കണ്ട. സത്യം മനസ്സിലാക്കി പൊന്നു മനസ്സുള്ള ഒരാള് വന്നാ വരട്ടെ. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. എന്താ, എനിക്ക് തനിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതല്ല മാഡം ഞാൻ പറഞ്ഞു വന്നത്. അതെ, മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകൾക്ക് ഏറ്റവും ഉദാത്തമായ കാര്യമാ പ്രാർത്ഥന. രാജു വന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച തീരാവുന്ന കൺഫ്യൂഷനൊക്കെ രാജുനുള്ളൂ. മാഡം ചെന്ന് തൊഴുതുള്ളൂ. ഞാൻ അർച്ചനയ്ക്കുള്ള രസീതായിട്ട് വരാം. മുണ്ട് താഴ്ത്തിയിട്. ദൈവമേ, രാജുവിന്റെ മനസ്സ് ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ. രാജുവിന്റെ മനസ്സ് മാറാൻ ഞാൻ എന്ത് ചെയ്യും? അമ്മേ ദേവി, ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാകുമെന്ന് അറിയാതെ നിന്നപ്പോ എനിക്ക് തോന്നിയ ഒരു പോംവഴി. ആ വഴി ഇപ്പോ എന്നെ രാജുവിനെ മുന്നോട്ട് ഒരുമിച്ച് നടത്തുക. മനസ്സുകൊണ്ട് രാജുവിന്റെ ഭാര്യയായി തന്നെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. രാജുവിന്റെ ഒപ്പം. രാജുവിന്റെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി എന്റെ മനസ്സിലെ പ്രണയവും രാജുവിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും രാജു മനസ്സിലാക്കണേ ദേവി. തിരുമേനി, മോൾക്ക് വരുന്ന മേടമാസം കഴിഞ്ഞാ പിന്നെ 30-ാം വയസ്സിലെ മംഗല്യയോഗം ഉള്ളൂ. വിശേഷാൽ പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ കുട്ടിയെ കൊണ്ട് ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തിക്കോളൂ.
സാധാരണ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്താറുള്ളതല്ല. പക്ഷെ ഇവിടെ ദേവിയുടെ മുന്നിൽ മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞ് ശയനപ്രദക്ഷിണം നടത്തിയാൽ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു തരും. ധൈര്യമായി മനസ്സർപ്പിച്ച് ചെയ്തോളൂ. ശരി തിരുമേനി. തിരുമേനി, ആ ഈ ക്ഷേത്രത്തില് ശയനപ്രദക്ഷിണം നടത്തിയ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ത് സഫലമാകോ? കുട്ടിയുടെ ആകാംക്ഷ കണ്ടിട്ട് എന്തോ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് തോന്നല്ലോ. അതെ തിരുമേനി, ഉണ്ട്. മനസ്സിലെ ആഗ്രഹം മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളും. ആഗ്രഹം എന്തായാലും എത്ര തടസ്സങ്ങൾ വന്നാലും ദേവി അത് നടത്തിത്തരും. നന്നായി പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും വന്നല്ലോ. തടസ്സങ്ങളുടെ കാര്യം തിരുമേനി പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഞാനും രാജുവും ക്ഷേത്രത്തിൽ വന്നപ്പോ യാദൃശികമായി രമ്യയും ക്ഷേത്രത്തിൽ വന്നല്ലോ എന്ന് പറയുകയായിരുന്നു. എന്തൊരു യാദൃശികത! എപ്പോഴും പിന്നാലെ നടക്കുകയാണെന്ന് പറയേയില്ല. എനിക്ക് മനസ്സിലായി. രാജുവിന്റെ ഒപ്പം സന്തോഷായിട്ട് ജീവിക്കാനുള്ള ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്താനുള്ള പോക്ക അവളുടേത്. ശരിയാക്കി തരാം. അമ്മേ ദേവി, രാജുവിന്റെ മനസ്സിലെ ആശങ്കകളൊക്കെ മാറ്റി രാജുവിന് എന്നോട് സ്നേഹം തോന്നിക്കണേ. ഈ ഒരു ജന്മമല്ല, 1000 ജന്മങ്ങൾ രാജുവിന്റെ ഭാര്യയായി സന്തോഷത്തോടെ രാജുവിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ ദേവി. രാജുവിന്റെ ഒപ്പം എന്നും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ ദേവി. ഋതികേ, ശയനപ്രദക്ഷിണം പൂർത്തിയായാലല്ലേ നിന്റെ പ്രാർത്ഥനയ്ക്കും നേർച്ചയ്ക്കും ഫലം ഉണ്ടാവും. രമ്യത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.